بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ആദ്യമായി ദുആ ചെയ്യുകയാണ്. ദുൽഹിജ്ജ മാസം യാത്ര പറയലോടുകൂടെ, മുഹറം വന്നു ചേരലോടുകൂടെ ഈ രണ്ട് സന്ദർഭങ്ങളും നമ്മുടെ മുന്നിൽ തരുന്ന ഒരു പുതിയ ചിന്ത, നമ്മുടെ വയസ്സ് അമൂല്യമാണ്. ആയുസ്സിലെ ഒരു വയസ്സ് നഷ്ടപ്പെട്ടു എന്ന ഓർമ്മപ്പെടുത്തലാണ്. അതിന്റെ പേരിൽ നമുക്ക് സങ്കടം തോന്നാറുണ്ടോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അബദ്ധത്തിലാണ് കുറച്ച് കാലങ്ങളായി. ഞാനും നിങ്ങളും അതിലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം നഷ്ടപ്പെടുന്ന, ക്ഷീണം സംഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിയാൽ, രോഗങ്ങളിലേക്ക് എത്തിയാൽ സങ്കടപ്പെടാറുണ്ട്. ആരോഗ്യം നഷ്ടപ്പെട്ടല്ലോ എന്നതിൽ. പണം നഷ്ടപ്പെടുന്ന കാര്യത്തിൽ നമ്മൾ സങ്കടപ്പെടാറുണ്ട്. പണം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത്. ആയുസ് നഷ്ടപ്പെട്ടതിൽ ഇന്ന് മനുഷ്യൻ ആഘോഷിക്കുകയാണ്. സമ്പത്തായാലും ആരോഗ്യമായാലും ആയുസ് എന്നതിലേക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടിനേക്കാളും കൂടുതൽ പരിഗണിക്കേണ്ടത് ആയുസ്സിനെയാണ്. ഒരു വയസ്സ് നഷ്ടപ്പെട്ടു. സമ്പത്ത് എന്ന സൗഭാഗ്യവും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യം എന്നതിനെയും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാലയളവുണ്ടല്ലോ, ആയുസ്, വയസ്സ്. അതങ്ങ് നഷ്ടപ്പെട്ടു പോകുമ്പോ 70 വയസ്സ് നഷ്ടപ്പെട്ടവൻ അത് ആഘോഷിക്കുന്നു 70-ാമത്തെ വയസ്സിൽ, 50-ാമത്തെ വയസ്സിൽ, 40-ാമത്തെ വയസ്സിൽ. ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ തരം താഴ്ന്നു എന്നതൊരു വസ്തുതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നഷ്ടപ്പെട്ടതിൽ സന്തോഷിക്കുന്നു എന്നത്. ആയുസ് നഷ്ടപ്പെട്ടു എന്നതിൽ സങ്കടം തോന്നാറുണ്ടോ എന്ന് കരുതിക്കുട്ടി ചോദിച്ചതാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ദീനിൽ ആയുസ്സിന് വലിയ വിലയുണ്ട്. ആയുസ് അമൂല്യമാണ്. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 960-ാമത്തെ വയസ്സിലാണ്. അവിടെ വയസ്സ് തീർന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായീലിനോട് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തർക്ക നിലപാട് സ്വീകരിക്കുന്നതായി പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും സമയമായിട്ടില്ല എന്ന ഒരു നിലപാടിലേക്ക് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അതിനോട് ഉപോത്ബലകമായ പലതും നിരത്തി വെച്ചുകൊണ്ട് ഇസ്രായേലിനോട് തർക്കിക്കുന്ന ഒരു രംഗമുണ്ട്. വിശാലമായ സംഭവമാണ്, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. ആയുസ് അമൂല്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മുന്നിലെ ചോദ്യങ്ങളിലെ ഒരു പ്രധാന ചോദ്യം നിന്റെ ആയുസ്സിനെ കുറിച്ച്. ആയുസ് എങ്ങനെ, അതെങ്ങനെ ചെലവാക്കി എന്ന്. ആയുസ്സിൽ ഒരു വയസ്സ് നഷ്ടപ്പെടുന്നത് ഒരു വലിയ സങ്കടമാണെങ്കിൽ ദുൽഹിജ്ജ യാത്ര പറയുന്നു, മുഹറം വന്നു ചേരുന്നു, ഒരു വയസ്സ് നഷ്ടപ്പെട്ട ആ നഷ്ടബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സങ്കട തീർക്കേണ്ടത്, ഒരു പുതിയ വിചാരണയാ നമുക്ക് തരേണ്ടത്. എന്നാൽ റബ്ബിന്റെ മാർഗത്തിലാണ് ആ ഒരു വയസ്സ് പോയതെങ്കിൽ സന്തോഷിക്കാട്ടോ. അത് നിന്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ്. റബ്ബിന്റെ മാർഗത്തിലാണ് ആ ഒരു വയസ്സ് പോയതെങ്കിൽ സന്തോഷിക്കാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം. മഹാനായ ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. അൻ അംർ ഇബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തൻതഫു ശൈബ്, നിങ്ങൾ
തലമുടി നരച്ചത്, രോമം നരച്ചത് നീക്കിക്കളയല്ലേ, ആ നരച്ചതിനെ ഒഴിവാക്കല്ലേ. അങ്ങനെയുണ്ട് ചില ആളുകൾ നരച്ചതിനെ കറുപ്പിച്ച് നരയെ ഇല്ലാതാക്കുന്നവരുണ്ട്. പുണ്യനബി കൃത്യമായി തന്നെ പറഞ്ഞു അങ്ങനെ ചെയ്യരുതേ. നരയെ നിങ്ങൾ, നരച്ച രോമത്തെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യല്ലേ. ഫൈനഹു നൂറുൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിക വിശ്വാസ ആചാരങ്ങളിലെ ഒരു പ്രകാശം എന്ന് പറയാം ആ നരബാധിച്ച രോമം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരച്ചത് കളയല്ലേ. നരച്ചത് എപ്പോഴാണ് സാധാരണ അതേക്കുറിച്ച് പൊതുവെ ഉള്ളൊരു കാഴ്ചപ്പാട് അത് പ്രായമാവുമ്പോഴാണ് നരയ്ക്കാന്ന അല്ലേ. വയസ്സ് ഇങ്ങനെ കൂടിക്കൂടി വരാം, ആയുസ്സിന്റെ വലിപ്പമാണ് അത് നര. ഇന്ന് കാൽസ്യം കുറവ് വരുമ്പോൾ നര വരുന്നുണ്ട്. രോഗത്തിന്റെ ഭാഗമായി ചില മെഡിസിൻ ഉപയോഗിച്ചതിന്റെ പേരിൽ നര വരുന്നുണ്ട്. ചില വെള്ളം ക്ലോറിന്റെ സാന്നിധ്യം ഉണ്ടാവും, അത് തലയിൽ ഒഴിച്ചാൽ മുടി നരയ്ക്കുന്നുണ്ട്. അതല്ല ചർച്ച. സ്വാഭാവികമായും സാധാരണ നര എന്നതിനെ കുറിച്ച് പറയുന്നത് പ്രായാവുമ്പോഴാണ്. ആ കണ്ടന്റിൽ നിന്നുകൊണ്ട് പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ ഇസ്ലാമികമായ ജീവിതം, ഇസ്ലാം, ആരെങ്കിലും ഇസ്ലാമികമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നര വന്നത് എങ്കിൽ കതബല്ലാഹു ലഹു ബിഹാ ഹസന, ഒരു നരയ്ക്ക് ഒരു നന്മ എന്ന് അള്ളാഹു രേഖപ്പെടുത്തി. ആ നര എത്ര ഉണ്ടോ അത്രയും കാലം. അതോടൊപ്പം തന്നെ അവന്റെ ഒരു പാപം പുറത്തു. അള്ളാഹുവിന്റെ ഇഷ്ടത്തിലും തൃപ്തിയിലും അവന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു ശൈലിയിലും ആയിരിക്കേ നരച്ചതിനെ കുറിച്ചായി പറഞ്ഞത്. അപ്പൊ നരച്ചതിനും വയസ്സ് മുൻകടന്നു പോയതിനും പ്രായമായതിനും വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേർന്നതിനും ഒക്കെ മഹത്വമുണ്ട്. വയസ്സ് നഷ്ടപ്പെട്ടു പോയത് അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ ഖേദിക്കണ്ട, സന്തോഷിക്കാം. പക്ഷെ എങ്ങനെയെന്ന് പറയാൻ കഴിയുന്നില്ലല്ലോ. ഹദീസ് ഞാൻ തീർത്തു പറയാം. ഇസ്ലാമിക ജീവിതത്തിലായി ഒരു നരച്ച ആൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു നന്മ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഒരു പാപം അള്ളാഹു കിഴിച്ചു കളയുകയും ഒരു പദവി ഉയർത്തി കൊടുക്കുകയും ചെയ്യും. 3 കാര്യം പറഞ്ഞത്: നന്മ രേഖപ്പെടുത്തും, പാപം കിഴിച്ചു കളയും, പദവി ഉയർത്തി കൊടുക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിലെ ഹദീസ് പറയുന്നു. അപ്പോ നമ്മുടെ ആയുസ്സിലെ ഒരു വയസ്സ് നഷ്ടപ്പെട്ടു. മുഹറം വരുന്നതിന് മുമ്പ് ദുൽഹിജ്ജ അവസാനിക്കുന്നു, ആയുസ്സിൽ ഒരു വയസ്സ് നഷ്ടപ്പെടുന്നു, ഒരു വർഷം കഴിയുന്നു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഹറം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പ്രതിജ്ഞയോടുകൂടെയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിജ്ഞയാ മുഹറം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ദുൽഹിജ്ജ യാത്ര പറയുന്നത് ഒരു തൗബയും തന്നുകൊണ്ടാണ്. തൗബ ചെയ്യണം, ഖേദിക്കണം, മുഹറത്തിൽ പ്രതിജ്ഞ എടുക്കണം. ഇത് രണ്ടും കൂടി സംഗമിക്കുന്ന ഒരു ബിന്ദുവാണ് മുഹറമിന്റെ ദുൽഹിജ്ജയുടെ അവസാനവും മുഹറമിന്റെ ആദ്യവും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, അങ്ങനെ റബ്ബിന്റെ മാർഗത്തിൽ നമുക്ക് ഇനിയുള്ള കാലം നന്നായി ജീവിക്കാൻ കഴിയണം എന്നതിനെ കുറിച്ചുള്ള സ്വയം ഒരു കണക്കുകൂട്ടൽ, സ്വയം ഒരു വിചാരണ. അതിന്റെ സന്ദർഭത്തിലിപ്പോ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും നിൽക്കുന്നത്. നമുക്കൊന്ന് അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണോലോ, അങ്ങനെ ഒരു നൃത്തം നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അവിടെ പോയി ഞാൻ നിൽക്കണോലോ, റബ്ബിന്റെ മുന്നിൽ ഞാൻ നിന്നുകൊണ്ട് പലതിനും മറുപടി പറയണം. ഇങ്ങനെ ഒരു വിചാരണ സ്വന്തം നഫ്സിനെ കുറിച്ച് നേരത്തെ നമ്മളിങ്ങനെ കണക്ക് കൂട്ടി വെച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നന്നാവും. ദുൽഹിജ്ജയുടെ തൗബയെ മനസ്സിൽ തട്ടി തന്നെ ചൊല്ലാൻ കഴിയും. മുഹറമിന്റെ വരവിനെ നമുക്കൊരു പ്രതിജ്ഞയോടുകൂടെ വരവേൽക്കാൻ, സ്വീകരിക്കാൻ നമുക്ക് കഴിയും. നമ്മെക്കുറിച്ചൊരു ബോധം വേണം. എന്റെ റബ്ബിന്റെ മുന്നിൽ കാലിന്റെ മുട്ട് കൂട്ടിയിടിക്കാതെ എനിക്ക് നിൽക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ فبأي آلاء ربكما تكذبان فيهما عينان تجريان. രസകരമായ ആയത്തുകൾ, എന്തൊരു ആശയമാണിതിൽ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണം എന്ന വിചാരം നിരന്തരമുള്ള മനുഷ്യ
നിനക്ക് അള്ളാഹു വെച്ചിരിക്കുന്നത് 2 സ്വർഗമാണ്, 2 ഇരട്ടി സ്വർഗം, അല്ലെങ്കിൽ സ്വർഗത്തിൽ 2 തോട്ടം. അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണോലോ എന്ന് ഓർത്തപ്പോ പേടി വന്നു, കരഞ്ഞു പോയി. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിമാ ഐനാനി തജ്രിയാൻ. ആ 2 തോട്ടത്തിൽ 2 പുഴകളുണ്ട്. അല്ലാഹു തരട്ടെ. ആർക്കത് വെച്ചിരിക്കുന്നറിയോ? ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, 2 കണ്ണും അള്ളാനെ ഭയന്ന് ഒലിച്ച ആൾക്ക് മാത്ര ആ 2 പുഴയും ആ 2 തോട്ടവും. അള്ളാന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ എന്ന് ഓർത്തപ്പോ 2 കണ്ണ് ഒഴുകിപ്പോയി. അതിന് പകരം അങ്ങനെ ഓർത്തതിന് നിനക്ക് സ്വർഗത്തിൽ 2 തോട്ടവും, കണ്ണ് ഒലിച്ചതിന്റെ പേരിൽ 2 പുഴയും. അല്ലാഹുവേ, അപ്പൊ എത്ര പ്രാധാന്യം അതിന്. മുഹറം അവസാനിച്ചു, ദുൽഹിജ്ജ അവസാനിച്ചു, മുഹറമിലേക്ക് പ്രവേശിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തൗബ, ഒരു പ്രതിജ്ഞ. തൗബ ദുൽഹിജ്ജ, പ്രതിജ്ഞ മുഹറം. അങ്ങനെയാ. അതൊരു വല്ലാത്ത സമയമാണ്. ഹിജ്റ വർഷം അവസാനിക്കുന്നു. ഓരോ വർഷവും പശ്ചാത്താപ ബോധത്തോടുകൂടെ, ആ മനസ്സോടുകൂടെ നാം ഓരോരുത്തരും മുഹറമിലേക്ക് പ്രവേശിക്കുന്നു. അതങ്ങനെ എല്ലാ കൊല്ലവും നടക്കുന്നുണ്ട്. ഒരു ദുആ ഉണ്ട്, മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു. ആ ദുആ ചൊല്ലിക്കൊണ്ട് നമ്മൾ മുഹറമിനെ സ്വീകരിക്കണം, ദുൽഹിജ്ജനെ യാത്രയാക്കണം. ദുൽഹിജ്ജ മാസത്തെ യാത്രയാക്കാൻ ചൊല്ലേണ്ട ദുആ. മുഹറം വരാണേ, വർഷാവസാനത്തിന്റെ ദുആ, ദുആഉ ആഖിരിസ്സന എന്ന കിതാബുകളിൽ പറയുന്നത്. ഒരു വർഷം അവസാനിക്കുന്നതിന്റെ ദുആ, ഒരു വർഷം അവസാനിക്കുമ്പോൾ ചൊല്ലേണ്ട ഒരു പ്രധാന ദുആ സൂഫിയാക്കൾ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ആശയപരമായി ഈ പ്രാർത്ഥന ഒരു തൗബയുടെ വാക്കുകളാണ്. ഈ പ്രാർത്ഥന നമ്മൾ പറയാൻ പോവാണ്. അത് 3 വട്ടം ചൊല്ലലാണ് അതിന്റെ അദബിൽ പറയുന്നത്. ഒരു വർഷം പിശാച് നമ്മളിൽ ചെയ്തു വെച്ച അവന്റെ എല്ലാ കെണി വലയങ്ങളും ആ വർഷാവസാനം നമ്മൾ പൊട്ടിത്തെറിപ്പിക്കാണ്. അതോടുകൂടെ പിശാച് ഒരു വർഷം പണിയെടുത്തതിൽ അവന് ക്ഷീണം സംഭവിക്കും. അവൻ വിലപിച്ച് പറയും. മഹാന്മാര് അതേക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടിൽ പറയുന്നുണ്ട്. പിശാച് വിലപിച്ച് പറയും, വലിയ സങ്കടത്തോടുകൂടെ പിശാച് പറയും, നമ്മൾ തോറ്റുപോയല്ലോ എന്ന് പറയും. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ചുള്ളൊരു വിശകലനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഏതായാലും വർഷാവസാനത്തിന്റെ ദുആ എന്ന് പറഞ്ഞിട്ടൊരു ദുആ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ ഏടുകൾ, കിതാബുകളൊക്കെ ഉണ്ടല്ലോ, നിസ്കാര കണക്ക് പറയുന്ന ചെറിയ ചെറിയ ഏടുകളൊക്കെ, അതിലൊക്കെ കാണാനുണ്ടാവും, മൗലൂദ് കിതാബിലൊക്കെ ഉണ്ടാവും. ദുആഉ ആഖിരിസ്സന, വർഷ അവസാനത്തെ ദുആ എന്നൊക്കെ കാണാറുണ്ട്. പല റിവായത്തുകളുണ്ട്. ഏകദേശമൊക്കെ ഏകദാണ്ട് ഒരുപോലെ തന്നെ എല്ലാം. നമുക്ക് ആ ദുആയിലേക്ക് ഒന്ന് കടന്നു വരാം, അതിന്റെ അർത്ഥം പറയാം, വേഗം അവസാനിപ്പിക്കാണ് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ മാ അമിൽതു ഫീ ഹാദിഹി സനതി മിമ്മാ നഹൈതനി അൻഹു ഫലം അതുബ് മിൻഹു വലം തർലഹു വലം തൻസഹു വഹലുംത അലയ്യ ബഅദ ഖുദ്റതിക അലാ ഉഖൂബതി വദഅവതനി ലത്തൗബതി ബഅദ ജറാഅതി അലാ മഅസിയതിക فإني أستغفرك فاغفر لي. اللهم وما عملت فيها مما ترضاه ووعدتني عليه الثواب فأسألك اللهم يا كريم يا ذا الجلال والإكرام أن تتقبله مني
ولا تقطع رجائي منك يا كريم وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. 3 വട്ടം ഈ ദുആ എന്താ ഇതിൽ പറഞ്ഞത്? ഈ ദുആ 3 വട്ടം. ഞാൻ അതിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് പറയാം. ഫഇന്ന ശൈത്വാന യഖൂൽ, ഈ ദുആ 3 വട്ടം ദുൽഹിജ്ജ അവസാനിക്കുന്ന നേരം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിശാച് വിളിച്ചു പറയും, തഅബ്നാ മഅഹു തൂലസ്സന, ഒരു കൊല്ലം പണിയെടുത്തിട്ട് ക്ഷീണിച്ചു പോയല്ലോ. ഫഅഫ്സദ ഫിഅലനാ ഫീ സാഅത്തിൻ വാഹിദ, ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മുടെ 1 വർഷത്തെ പണികളായി ഇവിടെ നശിപ്പിച്ചു പോയത് ഇവൻ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് പിശാച് പറയും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഇത് ആധുനിക പണ്ഡിതനായ അശ്ശൈഖ് മുഖല്ലിഫുൽ അലിയിൽ ഹുദൈഫിയിൽ ഖാദിരി അദ്ദേഹത്തിന്റെ അൽ കുനൂസുൻ നൂറാനിയ മിൻ അദ്ഇയത്തി വ ഔറാദി സാദാത്തിൽ ഖാദിരിയ എന്ന കിതാബിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം അത് ഉദ്ധരിച്ചിരിക്കുന്നത് വനഖലൻ അൻ കിതാബി നിഹായത്തുൽ അമൽ ദുആയാണിത്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് അബി ഖുലൈർ ദുംയാത്തി തങ്ങൾ, അദ്ദേഹം ഹിജ്റയുടെ 1233 ജനിച്ച 1303 വഫാത്തായ മഹാൻ, അദ്ദേഹത്തിന്റെ നിഹായത്തുൽ അമലിലെ ഉദ്ധരണിയായിട്ടാണ് അൽ കുനൂസുൻ നൂറാനിയ ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ കൃത്യമായി മഹാന്മാർ ഇത് സൂഫിയാക്കൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനതിന്റെ അർത്ഥം പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ബിസ്മിം സ്വലാത്തൊക്കെ കഴിഞ്ഞു. അല്ലാഹുമ്മ മാ അമിൽതു ഫീ ഹാദിഹി സനതി, അല്ലാഹുവേ ഈ വർഷം ഞാൻ ചെയ്തത് മിമ്മാ നഹൈതനി അന്നി അൻഹു, എന്നോട് നീ ചെയ്യരുതെന്ന് പറഞ്ഞത് ഞാൻ ഈ വർഷം ചെയ്തു കൂട്ടി അല്ലാഹ്. ഫലം അതുബു മിൻഹു, അതിൽ നിന്നും ഞാൻ തൗബ ചെയ്തിട്ടില്ല അല്ലാഹ്. വലം തർല, അത് നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യവുമല്ല അല്ലാഹ്. വലം തൻസ, ഞാൻ ചെയ്തത് നീ കണ്ടതാണ്, നീ അറിഞ്ഞതാണ്, നീ മറന്നിട്ടുമില്ല അല്ലാഹ്. എന്നിട്ടും റബ്ബേ വഹലും തഅലയ്യ ബഅദ ഖുദ്റതിക അലാ ഉഖൂബതി, എന്നെ ശിക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടും നീ എന്നോട് ക്ഷമ കാണിച്ചല്ലോ അല്ലാഹ്. മാത്രവുമല്ല വദഅഉതനി ലത്തൗബ ബഅദ ജറാഅതി അലാ മഅസിയതിക, നിന്നോട് ഞാൻ എതിര് കാണിച്ചിട്ടും നീ നിന്റെ തൗബയിലേക്ക് എന്നെ നീ ക്ഷണിച്ചല്ലോ അല്ലാഹ്. അല്ലാഹുവേ ഫഇന്നി അസ്തഗ്ഫിറുക ഫഗ്ഫിർലി, നിന്നോട് ഞാൻ പൊറുക്കാൻ തേടുന്നു അല്ലാഹ്, നീ എനിക്ക് പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ വമാ അമിൽതു ഫീഹാ മിമ്മാ തർലാ, റബ്ബേ നിനക്ക് ഇഷ്ടമുള്ള പലതും ഞാൻ ഇക്കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് അല്ലാഹ്. വവഅതനി അലൈഹി സവാബ്, അതിനൊക്കെ നീ കൂലി തരാമെന്ന് എന്നോട് വാക്ക് പറഞ്ഞതല്ലേ അല്ലാഹ്. ഫഅസ്അലുക അല്ലാഹുമ്മ യാ കരീം, മാന്യനായ റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കട്ടെ, യാദൽ ജലാലി വൽ ഇക്റാം, മാന്യതയും ഔദാര്യവും നിറഞ്ഞു നിൽക്കുന്ന ഉന്നതനായ അല്ലാഹ്, നിന്നോട് ഞാൻ ചോദിക്കട്ടെ അല്ലാഹ്. ഇക്കഴിഞ്ഞ കൊല്ലം ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലാഹ്. അൻത തഖബ്ബലഹു മിന്നി, എന്നിൽ നിന്നും നീ അത് ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ വലാ തഖ്തഇ റജാഇ മിൻക യാ കരീം, മാന്യനായ അല്ലാഹ് നിന്നോട് എനിക്കൊരു പ്രതീക്ഷയുണ്ട്, നിന്നിലൊരു പ്രതീക്ഷയുണ്ട്, അത് മുറിച്ച് കളയല്ല അല്ലാഹ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. 3 വട്ടം ഈ ദുആ ചൊല്ലണം. ഇതിങ്ങനെ ചൊല്ലിയാൽ ഫഇന്ന ശൈത്താന യഖൂൽ തഅബ്നാ മഅഹു തൂലസ്സന, ഒരു കൊല്ലം നമ്മൾ എടുത്ത ജോലി മുഴുവനും നശിച്ചു പോയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ ഒരു കൊല്ലം അവസാനിക്കുമ്പോൾ അവർക്കൊരു ഖേദമായിരുന്നു, ഒരു വർഷം വരുമ്പോൾ ഒരു പ്രതീക്ഷയായിരുന്നു. എന്തുകൊണ്ട്?
ഇത് അവരുടെ ശൈലിയാണ്. വർഷാവസാനത്തിന്റെ തൗബ, പിശാചിനെ സങ്കടപ്പെടുത്തി കളയുന്ന തൗബ ചെയ്യൂര്. പിശാചിനെ സങ്കടപ്പെടുത്തി കളയുന്ന തൗബ. ഞാൻ പറയട്ടെ, വർഷം അവസാനിക്കുമ്പോ നന്മ വേണം, വർഷം തുടങ്ങുമ്പോഴും നന്മ വേണം. അല്ലെങ്കിലും ആ കലണ്ടറിന് അള്ളാഹു 2 മഹത്വരമായ മാസം കൊണ്ട് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്തു. ഏത് കലണ്ടർ? ഹിജറ കലണ്ടർ. അതാണ് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒരു മഹത്വത്തിന്റെ പിരീഡിനെ അള്ളാഹു സംവിധാനിച്ചത്, അടിമയോട് കരുണ ചെയ്തതാണ്. നോക്കിക്കോളൂ, ഒരു ഹദീസ് കേട്ടോളൂ. മഹാനായ ഇമാം ഷൗക്കാനി അവിടുത്തെ അൽ ഫവായിദുൽ മജ്മൂഇയിൽ പറയുന്നുണ്ട്, മൻ സാമ ആഖിറ യൗമിൻ മിൻ ദുൽഹിജ്ജയുടെ അവസാന ദിവസങ്ങളിൽ ആരെങ്കിലും നോമ്പെടുത്തു, അവ്വല യൗമിൻ മിനൽ മുഹറം, മുഹറമിന്റെ ആദ്യ ദിനങ്ങളിലും ആരെങ്കിലും നോമ്പെടുത്താൽ, ദുൽഹിജ്ജയുടെ അവസാനം മുഹറമിന്റെ ആദ്യം. ദുൽഹിജ്ജ അവസാനിക്കുമ്പോഴും നോമ്പാണ്, മുഹറം തുടങ്ങുമ്പോഴും നോമ്പാണ്. ദുൽഹിജ്ജയുടെ അവസാന ദിവസങ്ങൾ ആരെങ്കിലും നോമ്പെടുത്തു, മുഹറമിന്റെ സമാരംഭത്തിലും നോമ്പുണ്ട്, എന്നാൽ ഫഖദ് ഖതമസ്സനൽ മാദിയ, ഒരു കൊല്ലത്തെ അവൻ നന്മ കൊണ്ട് പൂർത്തീകരിച്ചു. വഫ്തഹസ്സനത്തൽ മുഖ്ബില, അവൻ വരും കൊല്ലത്തെ, വരാനുള്ള കൊല്ലത്തെ അവൻ നന്മ കൊണ്ട് സമാരംഭം കുറിച്ചു. ബിസൗമിൻ ജഅലഹുല്ലാഹ്, അതിന്റെ പേരിൽ നോമ്പെടുത്തുകൊണ്ടാണല്ലോ അവസാനിപ്പിച്ചതും, നോമ്പെടുത്തുകൊണ്ടാണല്ലോ തുടങ്ങിയതും. ഇതിന്റെ പേരിൽ അള്ളാഹു അവന് നൽകാൻ പോകുന്നത് കഫാറത്ത 50 സന, 50 വർഷത്തെ പാപം പൊറുക്കാൻ അത് മതിയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 50 വർഷത്തെ ആയുസ് കബൂലായി, പാപം പൊറുത്തു. എന്താണ് ഈ പറഞ്ഞത്? ദുൽഹിജ്ജയുടെ അവസാനത്തിലെ തൗബ, മുഹറമിന്റെ ആദ്യത്തിലെ പ്രതിജ്ഞയായി പറഞ്ഞത്. 50 വർഷത്തെ പാപം അല്ലാഹു പൊറുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ഷൗക്കാനി അവിടുത്തെ അൽ ഫവായിദുൽ മജ്മൂഇയിൽ ഇത് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. ഞാൻ അവസാനിപ്പിക്കും, ഒരു ഹദീസും കൂടി പറയാം. ഒരു ഹദീസ് കേട്ടോളൂ. മൻ സാമ 9 അയ്യാമിൻ മിൻ അവ്വലിൽ മുഹറം, മുഹറമിന്റെ ആദ്യത്തെ 9 ദിവസം ഒരാൾക്ക് നോമ്പുണ്ട്. 10ന്റെ വേറെ പറയുന്നുണ്ട്. മുഹറം 10 മിക്കവാറും എല്ലാവരും നോമ്പെടുക്കും. അതൊരു പ്രാധാന്യമുള്ള ദിവസമായിട്ട് എപ്പോഴും പറയാറുണ്ട്. എന്നാൽ മുഹറം 1 മുതൽ 9 കൂടിയ ദിവസങ്ങൾ ആരെങ്കിലും നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ, ബനല്ലാഹു ലഹു ഖുബ്ബത്തം ഫിൽ ഹവാഇ മൈലൻ ഫീ മൈൽ, സ്വർഗ്ഗത്തിൽ അല്ലാഹു നിലം തൊടാതെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കൊട്ടാരത്തെ ഇവന് വേണ്ടി നിർമ്മിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നല്ല നീളം വീതിയുള്ള ഒരു കൊട്ടാരം, നിലത്തല്ല, അങ്ങനെ ഉയരത്തിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ മുഹറം 9ന്റെ ആദ്യത്തെ 9 ദിവസം നോമ്പെടുക്കുന്ന കാര്യം, ആദ്യത്തെ 9 ദിവസം നോമ്പെടുക്കുന്ന കാര്യം പ്രത്യേകം പറഞ്ഞെന്താ? മുഹറമിന്റെ ആദ്യത്തിൽ ദുൽഹിജ്ജ അവസാനിച്ചോടത്ത് അങ്ങോട്ട് തുടങ്ങാണ്. ദുൽഹിജ്ജ അവസാനിക്കേണ്ടത് നോമ്പോട് കൂടെ ആവണം. അങ്ങനെ ദുൽഹിജ്ജ അവസാനം നമ്മുടെ മനസ്സ് ഒരു പശ്ചാത്താപ ബോധത്തോടു കൂടെയും മുഹറമിന്റെ ആദ്യം ഒരു പ്രതീക്ഷയോടും കൂടെയാണെങ്കിൽ അള്ളാഹു കബൂലാക്കും. നന്മ കൊണ്ട് അവസാനിച്ച് നന്മ കൊണ്ട് വീണ്ടും തുടങ്ങുന്ന ഒരു ചുറ്റുപാട് അള്ളാഹു നമുക്ക് സംവിധാനിച്ചതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ്. 2 ആദരണീയമായ മാസങ്ങളാണ്, ഒന്ന് ദുൽഹിജ്ജയും ഒന്ന് മുഹറവും. അള്ളാഹു അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഒരു വയസ്സ് നഷ്ടപ്പെട്ടു പോയി എന്ന ബോധം ഉള്ളിലുണ്ടാവണം. എത്ര ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല, എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റൂല. നന്മ ചെയ്യാൻ മരണനേരത്ത് മനുഷ്യന് വല്ലാത്ത ആഗ്രഹമാ. മരണനേരത്ത് വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ إلى أجل قريب فأصدق وأكن من الصالحين. മരിക്കാൻ നേരം വിലപിക്കും, ഉള്ളത് മുഴുവൻ ഞാൻ സദഖ ചെയ്യാമല്ലോ, പടച്ചോനെ ആ സദഖയുടെ ബറക്കത്ത് കൊണ്ട് ഞാനൊരു സ്വാലിഹായി മരിക്കുമല്ലോ അല്ലാഹ്.
വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. സമയമെത്തിയാൽ അല്ലാഹു ഒരു ശരീരത്തിനും പിന്നെ സാവകാശം കൊടുക്കൂല. അതുകൊണ്ട് പ്രധാന സമയം യാത്ര പറയാം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. വയസ്സൊന്ന് കഴിഞ്ഞു അല്ലാ, എല്ലാവരുടെയും ആയുസ്സിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തന്ന ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. റബ്ബേ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഒരു വയസ്സ് ഞങ്ങളോട് യാത്ര ചോദിക്കുമ്പോൾ ആ വയസ്സ് ഞങ്ങളുടെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നീ ഇഷ്ടപ്പെട്ടതുമാവാൻ റബ്ബേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. വരും വർഷങ്ങളിൽ സന്തോഷത്തോടെ നിനക്ക് അമൽ ചെയ്യാൻ ആഫിയത്തോടെ കഴിയാൻ നീ ഭാഗ്യം നൽകുക അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ മക്കളില്ലാത്തവർ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു, ഗർഭിണികൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ സുഖപ്രസവം നൽകുക അല്ലാ. ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. നീ തന്ന എല്ലാത്തിലും ബറക്കത്ത് നൽകുക അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് നീ എളുപ്പമാക്കണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ യാത്രകൾ, ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളും റബ്ബേ നീ റാഹത്താക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കുക അല്ലാ. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാണ് തമ്പുരാനെ, നീ നിറവേറ്റണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.